നമസ്കാരം. രാഷ്ട്രീയ നേതാക്കൾ മത സാമുദായിക സംഘടനകളുടെ കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്നതും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതുമൊന്നും പുതിയ കാര്യമല്ല. നമ്മൾ ഇതിനു മുൻപും പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അന്തരിച്ച CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, CPMനെ ഇനി മത നേതാക്കളുടെ സാമുദായിക നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ NSSന്റെയും അതുപോലെ SNDPയുടെയും അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെയും ഒക്കെ ആസ്ഥാനത്ത് കയറി ഇറങ്ങിയ CPM നേതാക്കളെയും കണ്ടു. ശരിക്കും ഈ മത നേതാക്കളുടെ സാമുദായിക നേതാക്കളുടെ ഒക്കെ തന്നെ ഓഫീസുകളിലുമൊക്കെ കയറി ഇറങ്ങുന്നത് കൊണ്ട് എന്ത് പിന്തുണയാണ്, അല്ലെങ്കിൽ ആ ഒരു സാമുദായിക മതവിഭാഗത്തിൽ നിന്ന് എന്ത് തരത്തിലുള്ള പിന്തുണയാണ് കിട്ടുക എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ NSSന്റെയും SNDPയുടെയും പിന്തുണ ഉറപ്പിച്ച ശേഷം കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല മറ്റൊരു സാമുദായിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. മലപ്പുറം പട്ടിക്കാട് നടക്കുന്ന ജാമിയ അൽ നൂരിയ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് രമേശ് ചെന്നിത്തല എത്തുന്നു എന്നതാണ് ഒരു വാർത്തയായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ ഒരു പരിപാടിയിൽ കഴിഞ്ഞ തവണ VD സതീശനെ അവർ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തു. എന്നാൽ ഇത്തവണ VD സതീശനെ ഒഴിവാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയാണ് ഈ അൽ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ MK മുനീർ നേതൃത്വം കൊടുക്കുന്ന ഒരു സമ്മേളനമാണ് ഇത്. ഇത് മുസ്ലിം ലീഗിന്റെ നിർബന്ധ പ്രകാരമാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. സാമുദായിക മത നേതാക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ തന്നെ കാലങ്ങളായി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായുള്ള ഒരു നടപടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പലസ്തീൻ അനുകൂല സമ്മേളനത്തിൽ ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച പലസ്തീൻ അനുകൂല സമ്മേളനത്തിലൊക്കെ തന്നെ CPM കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഇവിടെ ഭൂരിപക്ഷ ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള വാർത്തയും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ മത സാമുദായിക ശക്തികളോ സംഘടനകളോ അവരുടെ നേതൃത്വമോ പറയുന്നതാണോ അതേ വിഭാഗക്കാർ കേൾക്കുന്നത്? അഡ്വക്കേറ്റ് A ജയശങ്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ വ്യക്തി പലകുറി പറഞ്ഞിരുന്നു, ഇവിടെ സുകുമാരൻ നായർ പറയുന്നതോ വെള്ളാപ്പള്ളി നരേശൻ പറയുന്നതോ അല്ല, മറ്റ് മത സാമുദായിക നേതാക്കൾ പറയുന്നതോ അല്ല ജനങ്ങൾ കേൾക്കുന്നത്. ജനങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം സമുദായമോ മറ്റു കാര്യങ്ങളോ നോക്കാതെ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മത സാമുദായിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതും അവരെ പ്രീതിപ്പെടുത്തുന്നതിനും പ്രീണിപ്പിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളൊക്കെ വിഫലമല്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും അൽ നൂരിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അറിവ്. അദ്ദേഹം പങ്കെടുത്തുകൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പങ്കുവെച്ചുകൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ തന്നെ ആ ഒരു സമ്മേളനത്തിൽ പ്രസംഗങ്ങളായി പുറത്തു വരട്ടെ. NSSന്റെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു. NSSന്റെ പരിപാടിയിൽ പോയപ്പോൾ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പോയതാണ് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ആയിക്കൊള്ളട്ടെ. അപ്പോൾ NSSന്റെയും SNDPയുടെയും ഒപ്പം മുസ്ലിം മതവിഭാഗങ്ങളുടെയും ഒക്കെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കട്ടെ, യഥേഷ്ടം ലഭിക്കട്ടെ, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നു, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഏത് വിഭാഗമായാലും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും, അതായത് 2 വള്ളത്തിൽ കാലുവെക്കുന്നതും 4 വള്ളത്തിൽ കാലുവെക്കുന്നതും, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നതും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ഒരു സത്യം ചെന്നിത്തലയും കൂട്ടരും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.